നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ ഒരുമിച്ച് യാത്രയായി. നിറകണ്ണുകളോടെ യാത്രാമൊഴിയേകി സഹപാഠികൾ. മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം കബറടക്കി. ശ്രീദീപിന്റെ സംസ്കാരം അല്പസമയത്തിനകം. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരം. കുഞ്ഞിനോട് ക്രൂരത കാട്ടിയ ആയമാർക്കെതിരെ നടപടി. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ 3 ആയമാർ അറസ്റ്റിൽ. 7 പേരെ പിരിച്ചുവിട്ടു. 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചത് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. CPM പുറത്താക്കിയ മധു മുല്ലശ്ശേരി BJPയിലേക്ക്. മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ച നേതാക്കൾ. പന്തളത്ത് BJP നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ചു. രാജി നാളെ LDF അവിശ്വാസം നടക്കാനിരിക്കും. തെളിവില്ലെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടും ട്രോളി ബാഗിൽ CPM കോൺഗ്രസ് പോര് തുടരുന്നു. കോൺഗ്രസുകാരെ കുറുവാ സംഘത്തെ പോലെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തുവരുമെന്ന് EN സുരേഷ് ബാബു. കുറുവാ സംഘം BJPയോ CPMO എന്ന് സ്വയം വിലയിരുത്തട്ടെ എന്ന് രാഹുലിന്റെ മറുപടി. തിരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED സുപ്രീം കോടതിയിലേക്ക്. അരവിന്ദാക്ഷനും ജിൽസും കുറ്റം ചെയ്തതെന്ന് കരുതാനാവില്ലെന്ന പരാമർശത്തിൽ അതൃപ്തി. പ്രതികൾക്ക് അനുകൂലമായ ഹൈക്കോടതി പരാമർശം വിചാരണയെ ബാധിക്കുമെന്ന് ED. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ മറ്റന്നാളെന്ന് BJP. നാളെ നിർണായക യോഗം. ഏക്നാഥ് ഷിൻഡെ അണിനയിപ്പിക്കാൻ ശ്രമം തുടരുന്നു. ആഭ്യന്തരം ഇല്ലാതെ വിട്ടുവീഴ്ചയില്ലെന്ന് ശിവസേന. ഹമാസിന് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. താൻ അധികാരമേൽക്കും മുൻപ് ഇസ്രായേലി ബന്ധികളെ വിട്ടയക്കണം. ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നും ട്രംപ്. ബന്ദികളുടെ ചിത്രം പുറത്തുവിട്ട് ഹമാസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച MBBS വിദ്യാർത്ഥികൾക്ക് യാത്രാമൊഴി. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങുകൾ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നടന്നു. പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. സംസ്കാരം ഉടൻ നടക്കും. കണ്ണൂർ സ്വദേശി അബ്ദുൾ ജബ്ബാറിന്റെ മൃതദേഹം 8 മണിയോടെ വീട്ടിലെത്തിക്കും. ദേവനന്ദന്റെ മൃതദേഹം കോട്ടയം മറ്റക്കരയിലെ കുടുംബ വീട്ടിൽ എത്തിച്ചു. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാരം. ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജിയുടെ സംസ്കാരവും നാളെയാണ്. പരിക്കേറ്റ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ലക്ഷദ്വീപ് ആന്ത്രോത്ത് ദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം എറണാകുളം ടൗൺ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കിയത്. ലക്ഷദ്വീപിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിന് സാങ്കേതിക തടസ്സമുള്ളതിനാൽ എറണാകുളത്ത് ഖബറടക്കുകയായിരുന്നു. ലക്ഷദ്വീപ് നിവാസികളുടെ അഭിമാനമായിരുന്നു മുഹമ്മദ് ഇബ്രാഹിം. പഠിക്കാൻ മിടുക്കൻ. കുട്ടിക്കാലം മുതൽ ഡോക്ടറാകാനായിരുന്നു ആഗ്രഹം. 98% മാർക്കോടെ +2 പാസ്സായി. ആദ്യ ശ്രമത്തിൽ തന്നെ നീറ്റിൽ മികച്ച റാങ്ക്.
ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടിയതോടെ വലിയൊരു സ്വപ്നം കൈപ്പിടിയിലൊതുക്കുവാനാണ് ലക്ഷദ്വീപിൽ നിന്നും ആലപ്പുഴയിലേക്ക് വന്നത്. താങ്ങും തണലുമാകേണ്ട മകൻ ഇനി തങ്ങൾക്കൊപ്പമില്ല എന്നറിഞ്ഞ ആ മാതാപിതാക്കൾക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാണ്. സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതിനാൽ മൃതദേഹം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതും നോവായി മാറി. ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളിയാണ് മുഹമ്മദ് ഇബ്രാഹിമിന്റെ ഉപ്പ. കവരത്തിൽ UD ക്ലർക്കാണ് ഉമ്മ. 4ാം ക്ലാസ്സുകാരനായ സഹോദരൻ. ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിതുമ്പുകയാണ് ബന്ധുക്കൾ. തങ്ങളുടെ പ്രിയപ്പെട്ടവനെ അവസാനമായി കാണാൻ മുഹമ്മദ് ഇബ്രാഹിമിന്റെ കൂട്ടുകാരുമെത്തി. ന്യൂസ് 18 കൊച്ചി. 5 പേരുടെയും ചേതനേറ്റ ശരീരം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും ബന്ധുക്കളും വിരുമ്പി. പലർക്കും വിയോഗം ഉൾക്കൊള്ളാനായില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ്, വീണ ജോർജ് എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അമിത വേഗതയും മഴയും വാഹനമോടിച്ചയാളുടെ പരിചയക്കുറവുമാണ് 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണാന്ത്യത്തിന് കാരണമായത്. ഓവർലോഡും കാലപ്പഴക്കവും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. ദേശീയപാതയിൽ ആലപ്പുഴ കളർക്കോട് തിങ്കളാഴ്ച രാത്രി 9:30യോടെയായിരുന്നു നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ അപകടം. മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ടവേര കാർ ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്കുള്ള KSRTC ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു. അപകടം നടക്കുമ്പോൾ ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇത് വാഹനം തെന്നിമാറാനുള്ള പ്രധാന കാരണമായി. സൗണ്ട് കേട്ടോ ഓടി വരുന്നത്. ഓടി വരുമ്പോൾ ഇതേമാതിരി ഇരിച്ച കണ്ടീഷനാണ് കാണുന്നത്. അത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഇതായിരുന്നു. ഈ വണ്ടി ഇടിച്ച് ഡോർ മാത്രം തുറന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ അനക്കമുള്ളത്. ബാക്കി ആർക്കും അനക്കമില്ല. കൂടുതലും ഒരു 4-5 കുട്ടികളെ മൂക്കിൽ നല്ലോണം ബ്ലഡ് വരുന്നുണ്ട്. പിന്നെ കൈയും കാലൊക്കെ നല്ല മുറിവുണ്ടായിരുന്ന സമയത്ത്. വാഹനത്തിൽ 11 പേരാണ് ഉണ്ടായിരുന്നത്. ഇത് സീറ്റിംഗ് കപ്പാസിറ്റിക്കും കൂടുതലാണ്. ഒരുപക്ഷെ മടിയിൽ ഇരുന്നാകാം വിദ്യാർത്ഥികളിൽ ചിലർ യാത്ര ചെയ്തത്. എയർബാഗ് സംവിധാനം വാഹനത്തിൽ ഇല്ലായിരുന്നു. ആന്റി ബ്രേക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി കുറയുമായിരുന്നുവെന്നും അധികൃതർ പറയുന്നു. വാഹനമോടിച്ച വിദ്യാർത്ഥിയുടെ പരിചയക്കുറവും വിനയായി. RTOയുടെ വിശദാംശം തേടിയ ജില്ലാ കളക്ടർ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡീറ്റെയിൽ എൻക്വയറി നമുക്ക് നടത്താം. 14 വർഷം പഴക്കമുള്ള വണ്ടിയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എൻക്വയറി, ഇതിൻ്റെ വാഹനത്തിൻ്റെ ഉടനെ പറ്റിയൊക്കെയുള്ള അന്വേഷണം ഞാൻ RTO എൻക്വയറി നടത്താനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് കാർ വാടകയ്ക്ക് നൽകിയതായിരുന്നെന്നും റെന്റ് കാർ ലൈസൻസ് ഇല്ലായിരുന്നുവെന്നും RTO അറിയിച്ചു. ഇക്കാര്യവും അന്വേഷണ പരിധിയിൽ വരും. ന്യൂസ് 18 ആലപ്പുഴ. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോട് ക്രൂരത. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ ആയമാർ തിളച്ച വെള്ളമൊഴിച്ചു. പൊള്ളലേൽപ്പിച്ചുവെന്നാണ് പരാതി. ആരോപണ വിധേയരായ 3 ആയമാരെ പോക്സോ കേസ് ചുമത്തി മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 പേരെ പിരിച്ചുവിട്ടതായി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അറിയിച്ചു.
ശിശുക്ഷേമ സമിതിയിലെ ആയമാരായ കരിമഠം സ്വദേശിനി അജിത, ശ്രീകാര്യം സ്വദേശിനി മഹേശ്വരി, കല്ലമ്പലം സ്വദേശിനി സിന്ധു എന്നിവരെയാണ് 2.5 വയസ്സുകാരിയോട് ക്രൂരത കാണിച്ചതിന്റെ പേരിൽ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം ആരോപണങ്ങളോട് പ്രതികരിക്കാൻ മൂവരും തയ്യാറായില്ല. എന്താ പറ്റിയത്? എന്താണ് പറ്റിയത്? എന്താണ് സംഭവിച്ചത്? ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദേഹത്ത് നഖപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് കുഞ്ഞിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. സ്വകാര്യ ഭാഗത്ത് പൊള്ളലേറ്റെന്ന് സ്ഥിരീകരിച്ചതോടെ ആയമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി ന്യൂസ് 18നോട് വ്യക്തമാക്കി. ആ കുട്ടി ഉണ്ടായിരുന്ന സെക്ഷനിലെ മുഴുവൻ ആളുകളെ ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. എല്ലാം താൽക്കാലിക ജീവനക്കാരാണ്. ഇത്തരം സംഭവം ഉണ്ടാവാൻ പാടില്ല. സ്വാഭാവികമായും ഇത് വളരെ തീർച്ചയായും ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷേ ആ ഒറ്റപ്പെട്ട സംഭവത്തെ പോലും വച്ചുപറപ്പിക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾ നടപടിയിലേക്ക് പോയത്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാർട്ടിയോടുടക്കിയ മധു ബിജെപിയിൽ. CPM പുറത്താക്കിയ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബിജെപിയിൽ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാളെ മധുവിന് പാർട്ടി അംഗത്വം നൽകും. CPMന്റെ ഏരിയ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന് 48 മണിക്കൂർ പിന്നിടും മുമ്പ് മധു മുല്ലശ്ശേരി ബിജെപിയിൽ. കോൺഗ്രസുമായും ചർച്ച നടത്തിയെങ്കിലും ബിജെപിയിലേക്ക് പോകാൻ മധു തീരുമാനിക്കുകയായിരുന്നു. മധുവിനെ സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയെന്ന CPMന്റെ വാർത്താക്കുറിപ്പ് രാവിലെ പുറത്തു വന്നിരുന്നു. ഈ പാർട്ടിയെ തന്നെ പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് മധു ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് മധുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. തൊട്ടു പിന്നാലെ BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് മധുവിന്റെ മംഗലപുരത്തെ വീട്ടിലെത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും V മുരളീധരനും പിന്നാലെ എത്തി. ചർച്ചയ്ക്ക് ശേഷം മധുവിനെ ഷാൾ അണിയിച്ച് സുരേഷ് ഗോപി BJPയിലേക്ക് സ്വീകരിച്ചു. ആലോചിച്ചെടുത്ത തീരുമാനമെന്നും CPMലായിരിക്കുമ്പോഴും നരേന്ദ്രമോദിയോട് ബഹുമാനമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും മധു മുല്ലശ്ശേരി. വ്യക്തമായ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. BJP സർക്കാർ തുടർന്നു വരുന്ന നല്ല പ്രവർത്തനങ്ങളിൽ ആകർഷകമായിട്ടാണ് ഞാൻ BJPയിലേക്ക് കടന്നു വരാനായിട്ട് തീരുമാനിച്ചത്. പ്രധാനമന്ത്രിയുടെ മോദിജിയുടെ പ്രവർത്തനങ്ങൾ ഞാനൊരു മറ്റു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലുതാണ്. ഈ പ്രദേശത്തെ നിരവധി പാർട്ടി പ്രവർത്തകർ, പാർട്ടി മെമ്പർമാർ, എന്റെ മകനായ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ എല്ലാം എന്നോടൊപ്പമുണ്ട്. CPMന്റെ ഏരിയ സെക്രട്ടറിയെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി BJP കരുതുന്നു. പ്രത്യേകിച്ചും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പരിധിയിൽ നാൾക്കുനാൾ ശക്തി വർദ്ധിപ്പിക്കുന്ന പാർട്ടിക്ക് മധു മുതൽക്കൂട്ടാകുമെന്നും BJP നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം ഡിവൈഎഫ്ഐയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മധു മുല്ലശ്ശേരിയുടെ മകൻ മിഥുൻ മുല്ലശ്ശേരിയെ പുറത്താക്കി. മിഥുൻ BJPയിൽ ചേരാൻ തീരുമാനിച്ചതോടെയാണ് ഡിവൈഎഫ്ഐ പുറത്താക്കിയത്. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയായിരുന്നു മിഥുൻ. പന്തളം നഗരസഭ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ U രമ്യയും രാജിവെച്ചു. LDF കൊണ്ടുവന്ന അവിശ്വാസം നാളെ നടക്കാനിരിക്കെയാണ് രാജി പ്രഖ്യാപിച്ചത്. നിലവിൽ BJP ഭരിക്കുന്ന നഗരസഭയിൽ അവരുടെ തന്നെ 3 കൗൺസിലർമാർ വിമതരായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാജി. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും സ്വമേധയാ രാജിവെച്ചാണ്. പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. അവരുടെ വ്യക്തിപരമായിട്ടുള്ള അസൗകര്യങ്ങൾ നിമിത്തം തുടർന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് രാജിവെച്ചു.
പാലക്കാട്ടെ ട്രോളി വിവാദത്തിൽ ആരോപണത്തിൽ ഉറച്ച CPM പറഞ്ഞ കാര്യങ്ങളിൽ പിശകില്ലെന്നും കള്ളപ്പണം കൊണ്ടുവന്നുവെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. കുറുവാ സംഘത്തെ പോലെ നേതാക്കളെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തുവരും. സിനിമയെ വെല്ലുന്ന കാര്യങ്ങളാണ് ഹോട്ടലിൽ നടന്നതെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ബന്ധപ്പെട്ട് നടക്കുന്ന റെയ്ഡ് SP തന്നെ പറഞ്ഞു, പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്നാണ് റെയ്ഡ്. കള്ളപ്പണം വന്നിട്ടുണ്ട്, അതിന് സാധ്യത വളരെ. ഞാൻ ആദ്യം പറഞ്ഞത് ഞങ്ങൾ സംശയിക്കുന്നു എന്നാണ്. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നണി സംവിധാനമാണ് ഉള്ളത്. ആ മുന്നണി സംവിധാനത്തിൽ DCCയുടെ പ്രസിഡന്റ് തന്നെ ഇല്ല. ആ യോഗത്തിൽ എണ്ണപ്പെട്ട കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ചില ആളുകൾ മാത്രം, ഞാൻ ഈ പറഞ്ഞ ആളുകൾ മാത്രമാണ്. അപ്പോൾ ദുരൂഹത കുറച്ചുകൂടി വർദ്ധിച്ചു. കുറുവാ സംഘത്തിനെ ചോദ്യം ചെയ്യും പോലെ ഈ പറയുന്ന സംഘത്തെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ വെളി വരും. നമ്മുടെ പോലീസ് സേനയ്ക്കെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ചില പരിമിതികൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പണത്തിന്റെ ഒഴുക്കാണ് BJPയുടെ വോട്ടും കോൺഗ്രസിന് വന്നത്, SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ടും കോൺഗ്രസിന് വന്നത്. പോലീസ് അവിടെ എത്താനുള്ള ഒരു സമയവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു സമയപരിമിതിയായിരുന്നു. അതേസമയം EN സുരേഷ് ബാബുവിനെ എതിരെ രൂക്ഷമായ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. പരാതിയിൽ പോലീസ് FIR ഇട്ടില്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ വില സ്വയം പരിശോധിച്ചാൽ മതിയാകും. കുറുവാ സംഘം BJP ആണോ CPM ആണോ എന്ന് സ്വയം വിലയിരുത്തട്ടെ. നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും രാഹുൽ പറഞ്ഞു. ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ആരെങ്കിലും ക്യാരി ചെയ്യുന്നത് ജില്ലാ സെക്രട്ടറിയെ CPM സംസ്ഥാന ഗൗരവത്തിലെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കരുവന്നൂർ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ ED സുപ്രീം കോടതിയെ സമീപിക്കും. ജാമ്യ ഉത്തരവിലെ ചില പരാമർശങ്ങൾ നീക്കണമെന്നും അത് കേസിന്റെ വിചാരണയടക്കം ബാധിക്കുമെന്നും ED ചൂണ്ടിക്കാട്ടുന്നു. പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് EDക്ക് അതൃപ്തി. കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPMന് പോലീസ് ഒത്താശ ചെയ്തെന്നാരോപിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. പലതവണ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലും കുപ്പിയും വടികളും എറിഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സുപ്രീം കോടതിയിൽ പോയാലും ചേവായൂർ ബാങ്ക് തിരിച്ചുപിടിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. ചേവായൂരിലെ പോലെ ഇനി ഏതെങ്കിലും ബാങ്കിൽ ഇത് ചെയ്താൽ കോൺഗ്രസുകാരുടെ മുഴുവൻ പണവും പിൻവലിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മധ്യസ്ഥനെ നിയോഗിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. മീഡിയേറ്റർ ആര് വേണമെന്ന് കോടതിയെ അറിയിക്കണം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണിത്. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നും മരിച്ച ആളോട് കുറച്ചെങ്കിലും ബഹുമാനം കാട്ടണമെന്നും കോടതി ആവശ്യപ്പെട്ടു. MM ലോറൻസിന്റെ മക്കളായ ആശാ ലോറൻസും സുജാതയും സമർപ്പിച്ച ഹർജി അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി. കേസ് അധികനാൾ നീട്ടിക്കൊണ്ടുപോകാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പുണ്ടാക്കുകയാണ് സംഘപരിവാർ. CPMും സംഘപരിവാറിനെ പോലെ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുന്നെന്നും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും സതീശൻ ആരോപിച്ചു. പെട്ടെന്ന് തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നു. സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ CPM ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് പറയുന്നത് വഖഫ് ഭൂമിയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ കമ്മീഷൻ ഒന്നും വെക്കാതെ മുഖ്യമന്ത്രിക്ക് ഗവൺമെന്റിന് ഒരു തീരുമാനമെടുത്ത് വഖഫ് ഭൂമി അല്ല എന്നുള്ളൊരു തീരുമാനമെടുത്ത് ആ കേസ് കോടതിയിൽ അറിയിച്ച് ഇത് പിൻവലിക്കാം. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കൂല. എന്താണെന്നറിയാം, ഇവിടെ സംഘപരിവാർ ശക്തികള് അതൊരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയമാക്കി ഭിന്നിപ്പ് വളർത്തിക്കൊണ്ടുവരികയാണ്. അതിന് കുടപിടിച്ചു കൊടുക്കുകയാണ് പിണറായി വിജയൻ മുനമ്പം വിഷയത്തിൽ ചെയ്യുന്നത്. നീട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ നോക്കിക്കോ, തീർക്കില്ല. പറ്റുമെങ്കിൽ അടുത്ത ഇലക്ഷൻ വരെ തീർക്കാതെ പോകും. കാരണം ആ ഭിന്നിപ്പ് വളരുക, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് സംഘപരിവാർ രാഷ്ട്രീയം. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള 2 മതങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പാക്കി അവർ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇടവേള. ദുരിതം തീരാതെ തമിഴ്നാട്.
ഫിൻജാലിന്റെ സ്വാധീനത്തിൽ തമിഴ്നാട്ടിൽ തുടരുന്ന ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. 2.11 ലക്ഷം ഹെക്ടർ കൃഷി നശിച്ചു. കേന്ദ്ര സർക്കാരിനോട് 2000 കോടി രൂപയുടെ അടിയന്തര സഹായം തമിഴ്നാട് ആവശ്യപ്പെട്ടു. ആന്ധ്രയിൽ 6824 ഹെക്ടർ കൃഷിനാശമുണ്ടായി. സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന ഉറപ്പ് പ്രധാനമന്ത്രി നൽകി. 8 ദിവസത്തെ മഴ ദുരിതത്തിന് ശേഷം തമിഴ്നാട്ടിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് വരികയാണ്. 14 ജില്ലകളിൽ കനത്ത നാശമാണ് ഫിൻജാൽ വിതച്ചത്. 12 പേർ മരിച്ചു. 2400 വീടുകൾ തകർന്നു. നിരവധി റോഡുകളാണ് താറുമാറായത്. 2 ലക്ഷത്തിലധികം ഹെക്ടർ കൃഷി ഒലിച്ചുപോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ഫോണിൽ സംസാരിച്ചു. എല്ലാ സഹായവും നൽകുമെന്നാണ് കേന്ദ്രത്തിന്റെ ഉറപ്പ്. നീലഗിരി, കൃഷ്ണഗിരി, തിരുപ്പൂർ, ഈറോഡ്, തേനി, മധുര ജില്ലകളിൽ ഏറിയും കുറഞ്ഞും മഴയുണ്ട്. റെയിൽ ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ചിട്ടില്ല. ചെന്നൈയിൽ മഴ മാറിയതോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. തിരുവണ്ണാമലൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം നൽകും. ഹൊഗനക്കലടക്കം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒഴുക്ക് ശക്തമാണ്. ആന്ധ്രയിലും റെക്കോർഡ് മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അതേസമയം കേരളത്തിൽ നാളെ മഴ മുന്നറിയിപ്പുകൾ ഒന്നും ഇതുവരെ ഇല്ല. മറ്റു വാർത്ത, വിഴിഞ്ഞത്ത് മോദി എത്തുമോ? വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചേക്കും. ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം തുടങ്ങി. തുറമുഖ പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ കഴിയുമെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. ട്രയൽ റൺ സമയത്ത് തന്നെ രാജ്യാന്തര ചരക്ക് കപ്പലുകളുടെ ഇടത്താവളമായി മാറിയ അപൂർവ നേട്ടവുമായാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് ഒരുങ്ങുന്നത്. 8867 കോടി രൂപ ചെലവിൽ മുൻ നിശ്ചയിച്ചതിനേക്കാൾ 1.5 വർഷം വൈകിയാണ് പദ്ധതി പൂർത്തിയാകുന്നത്. 5595 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ സംസ്ഥാനം വഹിക്കുക. ഇതിൽ സംസ്ഥാനം ലഭ്യമാക്കിയ 2159.39 കോടി രൂപ ഇതിനോടകം ചെലവഴിച്ചതായാണ് കണക്കുകൾ. ആദ്യഘട്ടത്തിൽ 2454 കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനി ഗ്രൂപ്പ് നടത്തുന്നത്. സംസ്ഥാന സർക്കാരുമായി കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പ് ഒപ്പുവെച്ച വിഴിഞ്ഞം സപ്ലിമെന്ററി കൺസെഷൻ കരാറിലൂടെ 2028-നകം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കി പ്രതിവർഷം 30 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റാനാകുമെന്നാണ് വിലയിരുത്തൽ. ഡിസംബർ ആദ്യവാരം ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യാനിരിക്കെയാണ് പദ്ധതിക്കായി കേന്ദ്രം ആകെ നൽകാമെന്ന് പറഞ്ഞിരുന്ന 817.8 കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് വായ്പയായാണ് നൽകുന്നതെന്നും സംസ്ഥാനം ഇത് പലിശ സഹിതം തിരിച്ചടക്കണമെന്നും കേന്ദ്രം വ്യക്തമാക്കിയത്. ഇതോടെ ഡിസംബറിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് വൈകുമെന്ന ആശങ്കയും ഉയർന്നു. അതിനിടെയാണ് പ്രധാനമന്ത്രിയെ തന്നെ ചടങ്ങിന് നേരിട്ട് ക്ഷണിച്ച് അനുനയ നീക്കത്തിനുള്ള സർക്കാരിന്റെ അവസാനവട്ട ശ്രമം. വിസിലിന്റെ ബോർഡ് യോഗം ചേർന്നാകും തുറമുഖ കമ്മീഷനിങ്ങിന്റെ തീയതി തീരുമാനിക്കുക. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പുകളടക്കം 67 രാജ്യാന്തര ചരക്ക് കപ്പലുകൾ കൈകാര്യം ചെയ്തതാകട്ടെ 1,37,000-ലധികം കണ്ടെയ്നറുകൾ. ട്രയൽ റൺ സമയത്ത് തന്നെ ഈ അപൂർവ നേട്ടം കൈവരിക്കാനായതിന്റെ കരുത്തുമായാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷനിങ്ങിന് ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. 5 പേർ കൊല്ലപ്പെട്ട സംഭാൽ സംഘർഷം ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ലോക്സഭയിൽ നിന്നിറങ്ങിപ്പോയി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവാണ് വിഷയം ഉന്നയിച്ചത്. പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സമാജ്വാദി പാർട്ടി ആവശ്യത്തെ പിന്തുണച്ചു. മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. അദാനി വിഷയത്തിൽ പാർലമെന്റിന് പുറത്ത് നടന്ന പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും അടക്കമുള്ള നേതാക്കളും പങ്കെടുത്തു. പാർലമെന്റ് നടപടികൾ ഇന്ന് തടസ്സപ്പെടുത്തില്ലെന്ന് പ്രതിപക്ഷം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വമ്പൻ വിജയം നേടി 10ാം ദിവസവും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാവാതെ മഹായുതി. ആഭ്യന്തര വകുപ്പില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന ശിവസേന നിലപാടിൽ തട്ടി നിൽക്കുകയാണ് ചർച്ചകൾ. ഇതിനിടെ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ തീയതിയും സമയവും പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ആസാദ് മൈതാനത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നും അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കാനായി നാളെ രാവിലെ 11 മണിക്ക് BJP MLA മാർ യോഗവും ചേരും.
അഗർത്തലയിലെ ബംഗ്ലാദേശ് കോൺസുലേറ്റിലേക്ക് പ്രതിഷേധക്കാർ കയറിയ സാഹചര്യത്തിൽ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് ചുറ്റും സുരക്ഷ ശക്തമാക്കി. ബംഗ്ലാദേശിലെ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ സൂത്രധാരൻ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് ആണെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആരോപിച്ചു. ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ ഗുരുതരമായി തുടരുകയാണ്. അഗർത്തലയിലെ ബംഗ്ലാദേശ് കോൺസുലേറ്റിലേക്കുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഡൽഹി ചാണക്യപുരിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് സുരക്ഷ കൂട്ടിയത്. കോൺസുലേറ്റിലേക്കുള്ള പ്രതിഷേധത്തെ ഇന്ത്യ ഇന്നലെ അപലപിച്ചിരുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സന്യാസി ചിന്മയ് കൃഷ്ണദാസിന്റെ അഭിഭാഷകനെ ആൾക്കൂട്ടം വീട്ടിൽ കയറി ആക്രമിച്ചു. അഭിഭാഷകൻ ഇപ്പോൾ ഐസിയുവിലാണെന്നും ഇസ്കോൺ ഇന്ത്യ ഘടകം അറിയിച്ചു. ഐസിയുവിൽ കഴിയുന്ന അഭിഭാഷകൻ രാധാരമൺ ദാസിന്റെ ചിത്രവും പങ്കുവച്ചു. ആൾക്കൂട്ട ആക്രമണങ്ങൾ കണക്കിലെടുത്ത് പൊതുസ്ഥലങ്ങളിൽ കാവ്യവസ്ത്രവും സിന്ദൂരക്കുറിയും ഒഴിവാക്കാൻ ബംഗ്ലാദേശിലെ സന്യാസിമാർക്ക് ഇസ്കോൺ നിർദ്ദേശം നൽകി. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനിസ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതാണെന്ന ഗുരുതര ആരോപണവുമായി ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്തുവന്നു. യൂനിസും സ്റ്റുഡൻസ് കോർഡിനേറ്റർമാരും ചേർന്ന് നടത്തുന്ന ആസൂത്രിത ആക്രമണമാണെന്ന് അവർ പറയുന്നു. ബംഗ്ലാദേശിൽ സമാധാനം ഉറപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭയും കേന്ദ്ര സർക്കാരും ഇടപെടണമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ സഹോദരന്മാർ ക്രൂരമായ ആക്രമണത്തിനിരയാകുമ്പോൾ കേന്ദ്ര സർക്കാർ കാഴ്ചക്കാരായിരിക്കരുതെന്നും മമതാ ബാനർജി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഹമാസിന് അന്ത്യശാസനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത മാസം താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് സകല ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടിയാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജനുവരി 20-നാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുക. അമേരിക്കൻ ഇസ്രയേൽ പൗരത്വമുള്ള സൈനികനായ ഒമർ മാക്സിം ന്യൂട്രയുടെ മരണവാർത്ത പുറത്തുവിട്ടതിന് തൊട്ടുപിന്നാലെയാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത്. 2 ദിവസം മുൻപ് ഹമാസ് തങ്ങളുടെ തടവിൽ കഴിയുന്ന ഇസ്രായേലി ബന്ധികളുടെ അതിദയനീയമായ അവസ്ഥ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ ദൃശ്യങ്ങളിൽ അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള ബന്ദിയായ ഏദൻ അലക്സാണ്ടർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നുണ്ടായിരുന്നു. 420 ദിവസമായി ഹമാസിന്റെ തടവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ഗാസയിലെ ഇസ്രായേൽ ബന്ദികളെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു. എന്നാൽ ആരും അവരെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ട്രംപ് കുറ്റപ്പെടുത്തി. തടവറകളിൽ ബന്ദികൾ അതിക്രൂരമായിട്ടാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്നും യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വം അവരോട് കാട്ടുന്നില്ലെന്നും നിയുക്ത പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അവർക്ക് നൽകുക എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ട്രംപ് ഹമാസ് ഉൾപ്പെടെയുള്ള ഒരു സംഘടനയുടെയും പേര് ചൂണ്ടിക്കാട്ടിയില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി 251 പേരെയാണ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയത്. ഇവരിൽ 60ഓളം പേർ ഇപ്പോഴും ഹമാസിന്റെ കൈവശമാണ്. ലെബനനിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലിക വിരാമമിട്ട് 60 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന് അമേരിക്ക മുൻകൈയെടുത്തിരുന്നു. എന്നാൽ ഗാസയിൽ ഇപ്പോഴും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം താൻ പ്രസിഡന്റായാൽ അവസാനിപ്പിക്കുമെന്നും നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി തനിക്ക് 24 മണിക്കൂർ മാത്രം സമയം മതി എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഇവരെ അടിയന്തരമായി മോചിപ്പിക്കണമെന്നാവശ്യപ്പെടുകയാണ്. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഹമാസിനെ നേരിടുന്ന കാര്യത്തിൽ അമേരിക്കൻ സൈന്യം ഒരുപക്ഷെ നേരിട്ട് ഇടപെട്ടേക്കും എന്ന സംശയം കൂടി ജനിപ്പിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18.